മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിലെ പാലിയക്കരയിൽ ടോൾ വിലക്ക് വീണ്ടും ഹൈക്കോടതി നീട്ടി. റോഡ് ശരിയാക്കി തൃശൂർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. പൊതുജനം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരരുത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചെയ്തു. മുസ്തഫ, എന്ത് കാരണത്താലാണ് ഇത് വീണ്ടും നീട്ടിയത്? നേരത്തെ ഓഗസ്റ്റ് 6-നായിരുന്നു പാലിയക്കരയിലെ ടോൾ പിരിവ് തൽക്കാലത്തേക്ക് ഹൈക്കോടതി മരവിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് പല സിറ്റിങ്ങുകൾ ഉണ്ടായെങ്കിൽ പോലും റോഡിന്റെ ശരിയായ കണ്ടീഷൻസ് അത് പഴയ പോലെ തന്നെ ആക്കുന്നതിൽ അല്ലെങ്കിൽ സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ദേശീയപാത അതോറിറ്റിയുടെ ഒരു ഉദാസീന മനോഭാവം കണക്കിലെടുത്താണ് എന്നാണോ അത് ശരിയാക്കുന്നതിനനുസരിച്ച് ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സിറ്റിംഗിൽ, വെള്ളിയാഴ്ചത്തെ സിറ്റിംഗിൽ ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ ഇത് മോണിറ്റർ ചെയ്യാനുള്ള ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയും ഗതാഗത മോണിറ്ററിംഗ് കമ്മിറ്റിയും ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് നൽകി. ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, ഗതാഗത കുരുക്ക് ഏറെക്കുറെ തീർത്തിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇന്ന് തിങ്കളാഴ്ച ഹൈക്കോടതി ഒരു തീരുമാനം പാലിയക്കര ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ കോടതി തുടങ്ങുമ്പോൾ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പാലിയക്കരയിലെ മണ്ണുത്തി ഇടപ്പള്ളി സ്ട്രെച്ചിലുള്ള ഒരു ഭാഗത്ത് മുരിങ്ങൂരിൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അവിടുത്തെ സർവീസ് റോഡ് മെച്ചപ്പെടുത്തിയെങ്കിൽ പോലും ഇന്നലെ അത് തകർന്നതും അതോടൊപ്പം തന്നെ അവിടെ വിള്ളലുണ്ടായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ജില്ലാ കളക്ടറോട് ചോദിച്ചു. ജില്ലാ കളക്ടർ അത് ശരിവെക്കുകയും അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ചാണ് ഇന്ന് ഞങ്ങൾ വിധി പറയാൻ വന്നതാണ്, പക്ഷേ ഈ പ്രശ്നം കാരണം ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇന്ന് ആ ഓർഡർ പാസ്സാക്കുന്നില്ല, പകരം വ്യാഴാഴ്ച ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ആ പ്രശ്നം പരിഹരിച്ച് പൂർണ്ണമായി റെക്ടിഫൈ ചെയ്തതിനു ശേഷം അതിലേക്ക് കടക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദേശീയപാത അതോറിറ്റിക്ക് വീണ്ടും തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന്. റോഡിന്റെ പ്രശ്നം എപ്പോൾ പരിഹരിക്കപ്പെടുന്നോ അപ്പോൾ അനുമതി നൽകാമെന്നാണ് കോടതിയുടെ മൊത്തത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. മാത്രമല്ല, ദേശീയപാത അതോറിറ്റി ഇപ്പോൾ മുരിങ്ങൂരിലെ വിഷയം തന്നെ അത് ഇന്നലെ വൈകിട്ട് പരിഹരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ പോലും ജില്ലാ കളക്ടർ പറഞ്ഞത് താൽക്കാലികമായാണ് ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്. അത് കുറച്ച് റിസ്ക് ഉണ്ട്, അതിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കുറച്ച് അപകടാവസ്ഥയുണ്ട് എന്നൊരു കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ വ്യാഴാഴ്ച അത് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്. ഒരു പക്ഷേ വ്യാഴാഴ്ച ഉത്തരവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംസ്.